അസ്സലാമു അലൈക്കും. അപ്പൊ ഞാൻ ആദ്യമായി എന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഏറ്റവും സുന്ദരനായ മിസ്റ്റർ അൻസൽ സുൽത്താൻ. കമോൺ പറയൂ. അസ്സലാമു അലൈക്കും. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് പറയാൻ നമ്മൾ ഒരുപാട് പറയുന്നുണ്ട്. അപ്പൊ അതിന് മുന്നേ ഇദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല സുഹൃത്ത്, ഏറ്റവും നല്ല സ്വഭാവമുള്ള, ഏറ്റവും നല്ല ദീനി സ്വഭാവമുള്ള ഒരാളെ പരിചയപ്പെടുത്ത്. എന്റെ ഫ്രണ്ടിന്റെ പേര് ജസ്വിൻ. അവൻ ആലപ്പുഴ. ഓക്കെ. എന്റെ ഫ്രണ്ട് നിഹാൽ വളരെ കാലമായിട്ട് എന്റെ കൂടെ ഒരുപാട് കാലമായിട്ടുണ്ട്. എന്റെ എല്ലാ ഉയർച്ചയിലും താഴ്ചയിലും എന്റെ സന്തോഷത്തിലും സമാധാനത്തിലും സങ്കടത്തിലും എല്ലാത്തിലും എന്റെ കൂടെ നിന്ന് അങ്ങനെ തന്നെ അല്ലേ എഴുതി തന്നിട്ട് ഞാന് പുലകം കൊള്ളുന്നു. എന്റെ ഏറ്റവും നല്ലൊരു സ്വഭാവം പറയും. ഇവന്റെ ഏറ്റവും നല്ലൊരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് ഘട്ടത്തിലും കൂടെ നിൽക്കൂല. അത് ശരിയാട്ടോ, സത്യമുള്ളത് പറയാ. ഇവന്റെ നിൽക്കൂല. ചില ഘട്ടത്തില് ഇവന് അറിഞ്ഞോണ്ട് ഇറങ്ങിപ്പോവും. അതായത് എനിക്ക് ചിലപ്പോ ഞാൻ ഡൗൺ ആയി നിൽക്കണം, അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം അത്യാവശ്യം ഉള്ള ഘട്ടത്തിലാവും ഇവന് വലിയ ജാട. സംഭവം എന്താ വെച്ചാൽ ഇവൻ സ്ട്രാറ്റജി എടുത്ത് പഠിച്ച് ശീലായി. അതായത് ചില പെൺകുട്ടികളോട് ഇവൻ പോയി സംസാരിക്കുന്ന ടൈമില് ചില മനുഷ്യന്മാരോട് ഇവൻ പോയി സംസാരിക്കുന്ന ടൈമിൽ ഇവന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, ഒരു ഐഡിയ ഉണ്ട്. അതായത് ഓരോടൊന്ന് ക്ലോസ് ആയതിന്റെ ശേഷം കുറച്ച് കാലം ഇങ്ങോട്ട് വിട്ട് മാറി നിൽക്കുക. അപ്പൊ എന്താ ഓര് തിരിച്ച് നമ്മളടുത്ത് ഇങ്ങോട്ട് വരും, ഓരോ നമ്മളെ മൈൻഡ് ആക്കാണ്ട് നിൽക്കുമ്പോ ഗോസ്റ്റിങ് ചെയ്യാം. ഈ സംഭവം ഓന് ഇന്റെ അടുത്ത് കൊടുക്കും. പക്ഷെ എനിക്ക് അറിയാം ഓന്റെ സ്ട്രാറ്റജി. അതുകൊണ്ട് പിറ്റേ ദിവസം ഞാൻ പോയിട്ടുണ്ട് പറയും എന്റെ ഊള സ്ട്രാറ്റജി ഇന്റെ അടുത്ത് എടുക്കാൻ നിൽക്കണ്ടെന്നുള്ളത്. അങ്ങനെ അല്ലേ, അങ്ങനത്തെ രീതിക്ക് വീണ്ടും എടുത്ത്. പക്ഷെ നല്ല ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ടിപ്പ് ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ട്. അതായത് ആൾക്കാരുടെ ഇടയിൽ നമ്മളെ അവന്റെ പാർട്ട്ണർ എന്നുള്ള രീതിക്ക് നമ്മളെ പരിചയപ്പെടുത്തുന്നതായാലും വലിയ വലിയ കോൺടാക്ട്സ് അതൊക്കെ നമുക്കും അതേപോലെ തന്നെ തരുന്നതാണെന്നുണ്ടെങ്കിലും എല്ലാ രീതിക്കും നമ്മളെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ബാക്കിയുള്ളവരുടെ ഇടയിൽ നമ്മളെ ചെറുതാക്കി കാണൂല അല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പിന്നെ കുറച്ച് ദീനിപരമായിട്ടും അതുപോലെ ഇസ്ലാമിക്കലി ആണെന്നുണ്ടെങ്കിലും എല്ലാ രീതിക്കാണെന്നുണ്ടെങ്കിലും ടിപ്പു ഈസ് എ ഹ്യൂജ് പേഴ്സൺ. അതൊക്കെ പോട്ടെ. എനിക്ക് ദുബായിൽ വന്നിട്ട് പത്ര കാലായി. ഐ തിങ്ക് 1.5 month ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് നാട്ടിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നാരെ ഞാൻ പറയാൻ വെച്ചല്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നാരെ ഫാമിലി അല്ലേ. എന്തൊരു ഘടകമാണ് അതിൽ മിസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ കാരണമെന്ന്. കാരണം ഞാൻ ഒരു ഫാമിലി ഓറിയന്റഡ് പേഴ്സൺ. ഞാൻ ഫുൾ ടൈം ഫാമിലിന്റെ കൂടെയാണ്, എപ്പോഴും ഫാമിലിന്റെ കൂടെ. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഫാമിലി ഇല്ലാത്തൊരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു വട്ടം മാൽഡീവ്സിൽ പോയ ടൈമിൽ ഫാമിലി ഇല്ലാത്തൊരു വട്ടം ഒരു 2 months ഞാൻ നിന്നിട്ടുണ്ട്. പക്ഷെ അതാണ് എന്റെ ലൈഫിൽ ഏറ്റവും വേസ്റ്റ് ടൈം. ലൈഫിൽ ഞാൻ ഒരിക്കലും വേണ്ടാന്ന് വിചാരിച്ച ഒരു ടൈം. അപ്പൊ അതുപോലെ തന്നെ വീണ്ടും പക്ഷെ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പണി തിരക്കാണ്. പക്ഷെ ഇപ്പൊ ദുബായിൽ വന്നതിന് ശേഷം നമ്മൾ ഫുള്ള് അടിപൊളി സെലിബ്രേഷൻ, നമ്മളെ കോൺടാക്ട്സുകൾ വലിയ വലിയ കോൺടാക്ട്സ്, നമ്മളെ വർക്ക്, നമ്മളെ കാര്യങ്ങളും ഒക്കെ കൂടി ഉണ്ടായതുകൊണ്ട് ഇപ്രാവശ്യം ഐ ഫീൽ ലിറ്റിൽ ബിറ്റ്. പിന്നെ ഫാമിലി പോലെ തന്നെ എനിക്ക് ഒരു ബ്രദറിനെ കിട്ടിയിട്ടുണ്ട്. ദിസ് ഈസ് മൈ ബ്രദർ, സോ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. നിന്നോട് എന്റെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട ഘടകം ചോദിക്കും ദുബായ്. എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നാട്ടിൽ വന്നതിന് ശേഷം മിസ് ചെയ്യുന്നതാരെ ഓക്കെ സോറി ഫുള്ള് കിളി പോയി. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം പറയും ഒരു ചോദ്യം ഫുള്ളാക്കി വ്യക്തമായിട്ട് ചോദിക്കുക. ഹായ് ബോലോ. ഹായ്. ഇവിടെ വന്നതിന് ശേഷം നാട്ടിൽ എന്താണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത്? ഇത് നേരത്തെ പറഞ്ഞ ഫാമിലിയാണ്. കാരണം എനിക്ക് എന്റെ ഫാമിലി മിസ് ചെയ്യുന്നില്ല. കാരണം ഞാൻ നാട്ടിൽ നിന്ന് വന്നത് ഒറ്റക്കല്ല. എന്റെ ഹൃദയത്തിൽ ഇപ്പോൾ എന്റെ ഫാമിലി ഉണ്ട്. ഞാൻ പിന്നെ എങ്ങനെ മിസ് ചെയ്യാ അത് പറയും. എന്റെ ഉമ്മ എന്റെ കൂടെ ഉണ്ട്, എന്റെ ഉപ്പ എന്റെ കൂടെ ഉണ്ട്, എന്റെ അനിയത്തി, എന്റെ അനിയന്മാർ, എന്റെ ഫാമിലി ഒക്കെ എന്റെ കൂടെ തന്നെ ഉണ്ട്, എന്റെ മനസ്സിലുണ്ട്. ഞാൻ മിസ് ചെയ്യുന്നില്ല. വെറുതെ പറയാട്ടോ, എന്റെ ഉമ്മ, എന്റെ ഉപ്പ, എന്റെ ഉമ്മനെ പറ്റി അപ്പൊ പറഞ്ഞു തരുന്നത് എന്റെ ഉമ്മനെ പറ്റി രണ്ടു നോക്കട്ടെ. പറഞ്ഞോളൂ. പഠിക്കുന്നേ ഒരു മറ്റേ ഏറ്റവും വലിയ ചിത്രകാരന്റെ പേരെന്തേലും വലിയ ഡാവിഞ്ചി, ലിയോണാർഡോ ഡാവിഞ്ചി. മൂപ്പര് സ്നേഹം എന്നുള്ള വാക്കിനൊരു ചിത്രമാക്കി, ഒരാളെ ചിത്രമാക്കി വരയ്ക്കാണത് എന്റെ ഉമ്മ. എടാ സ്നേഹം, മിസ്കി, പ്യാർ, മുഹബത്ത്, അങ്ങനെ എന്തൊക്കെ സ്നേഹത്തിന് വാക്കുണ്ടോ അതിന്റെ എല്ലാം പര്യായ പദം അതാണ് എന്റെ ഉമ്മ. എന്റെ ഉമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉമ്മാട് പറയാനുള്ളത് മിസ് യു. പിന്നെ ഉപ്പാനെ പറ്റി പറയുകയാണെങ്കിൽ വാപ്പാക്ക് എന്നോട് ദേഷ്യം ഉണ്ടെന്ന് അറിയാം. കാരണം ദുബായിൽ വന്നിട്ട് വല്ലാണ്ട് വിളിച്ചിട്ടില്ല. എന്താ വിളിക്കാൻ ഇഷ്ടമില്ലാത്തോണ്ടല്ല, ഞാൻ വിളിച്ചിട്ട് ഇപ്പം എന്തുണ്ടാക്കാനാ? എന്താ പ്രേമിക്കണോട് അറിയില്ല. ശരിക്കും എന്താ അറിയോ,
വാപ്പാൻ ഞാൻ ചെറുപ്പം മുതലേ ഒരു റെസ്പെക്റ്റോടെ കാണും. ഉമ്മാനോടാവുമ്പോ ഞാൻ എന്താക്കി കോമഡി ഒക്കെ പറയും. പക്ഷെ വാപ്പാൻ കോമഡി അറിയുമ്പോൾ മടിയാ. അങ്ങനെ ആവണം. എന്റെ വാപ്പാനെ വിളിച്ചു, പക്ഷെ വിളിക്കുന്ന ടൈമിൽ ഞങ്ങള് ഫുള്ള് കൂളായിട്ട് പട്ടി ഇനി ഞാൻ ഓടി അയക്കണൊക്കെ എന്തൊക്കെ അയക്കലുണ്ട്. ഇപ്പൊ ഒരു മറ്റേ സാമ്രാജ്യത്തിന്റെ രാജാവിനോട് നമുക്ക് എപ്പോഴും ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. അതൊരു ക്വസ്റ്റ്യൻ ചെയ്ത് വെച്ചിട്ടില്ല നമ്മള്. പക്ഷെ ആ രാജാവ് നമ്മളെ വളർത്തിയെടുത്ത ഒരു വലിയ വ്യക്തിയാണ് നമുക്ക് മനസ്സിൽ കാണുമ്പോൾ അയാളോട് ഒരു അടുപ്പം വേണം. എന്നും ഞാൻ ഒരു കാര്യം പറ്റേ, ഇപ്പത്തെ കാലത്ത് കുട്ടികള് ഇമ്മാനെ മാത്രം വലിയ ടോപ്പാക്കി റീൽസ് നമ്മളൊക്കെ കാണു പോകുമ്പോ മറന്നു പോകുന്ന വീട്ടുമുറ്റത്തെ ഒരു അറ്റത്തെ ഒരു മനുഷ്യനുണ്ട്. അതാണ് നമ്മുടെ വാപ്പ. സത്യക്ക് വാപ്പാണ്ട് എന്നും രാവിലെ ഉച്ചക്ക് നീക്കൽ കേട്ടോ. കാരണം രാത്രി സുബേസ്കാരൻ കഴിയും നമ്മൾ ഉറങ്ങാൻ വേണ്ടിട്ട്. അങ്ങനെ അതെ, കറക്റ്റ്. തഹജ്ജുദ്, സുബഹി, ലുഹ ഒക്കെ കഴിഞ്ഞാണ് അങ്ങനെ. ഓക്കെ പോട്ടെ. സുബേസ്കാരൻ കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങും. പിന്നെ നമ്മൾ നീക്കാൻ എന്തായാലും ഒരു ഉച്ച സമയമാകും. ഉച്ചക്ക് നീക്കലൊന്നുമില്ല, വൈകുന്നേരം. എന്നും ഗൈസ് വേറെ സംഭവം ഞങ്ങൾക്ക്. അതായത് ഞാനിപ്പോ സാധാരണ ഞാൻ മുന്നൊക്കെ നീറ്റുന്നത് ഒരു കറക്റ്റ് ടൈമിൽ, പക്ഷെ ഇപ്പൊ എന്നും ഞാൻ നീക്കണത് അലാറം കേട്ടിട്ടല്ല. എന്നും രാവിലെ നീക്കുമ്പോ ഇന്റെ സൈഡിൽ ഒരുത്തം ഫോൺ നോക്കിയാണ്ട് അല്ലോ 1 മണിയായി, അല്ലോ 2 മണി, അല്ലോ ഇന്ന് 3 മണിയായി. ഇന്ന് വരെ ഞങ്ങൾ കറക്റ്റ് 12 മണിന്റെ മുന്നായിട്ട് ഞങ്ങൾ നീറ്റിട്ടില്ല. പക്ഷെ നീക്കണം നല്ല ആഗ്രഹമുണ്ട്. എപ്പോഴൊക്കെ രാത്രി കിടന്ന് ഉറങ്ങിയാലല്ലേ നമുക്ക് രാവിലെ നീക്കാൻ പറ്റൂ. നമുക്ക് രാത്രി എന്താ പണി? രാത്രി നമ്മള് മീറ്റിംഗ് പോകുന്നുണ്ടോ? ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ വെച്ചൊരു തീരുമാനം എടുക്കും. ഇനി നമ്മള് 12 മണി എന്ന സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങിയിരിക്കും. ഇനി വീണ്ടും നാളെ ഞാൻ എണീക്കുമ്പോ ഉണ്ടാവും അല്ലോ 3 മണി എന്ന് അറിയൂ. എന്ത് നമ്മൾ ഇനി 12 മണി എന്ന സമയത്തേക്ക് ഉറങ്ങിയിരിക്കും. അല്ലോ 3 മണി, രാവിലെ എണീറ്റിരിക്കും. ഇത് അയാം ടിപ്പ് നൽകുന്ന വാക്കാ. ഞാൻ മാത്രല്ല, നീയോ? ഓക്കെ. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇവൻ നമ്പിയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇവന്റെ ഏറ്റവും വലിയ ശത്രു ആരാ അറിയോ? ഞാൻ തന്നെ. സോറി, ഇതാണ് ഇവന്റെ ഏറ്റവും വലിയ ശത്രു. ഓ അങ്ങനെ. ഇതാണ് ഇവന്റെ ഏറ്റവും വലിയ ശത്രു. അതിലും ഞാനാ. അയാൾ ഒഴിവാക്കിയിട്ടുണ്ട് ആ ശത്രുവിനെ. അപ്പൊ പറഞ്ഞു തരാനുള്ളത്, ഇനി നമ്മൾ നേരത്തെ നീക്കും, നേരത്തെ ഉറങ്ങും. അതെ, നേരത്തെ നീക്കും, നേരത്തെ ഉറങ്ങും. നമുക്കെന്താ ചിരി സന്തോഷം കൊണ്ട് 5 ദിവസം ഇപ്പൊ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? പറ്റും. എന്നും രാവിലെ 8 മണിന്റെ മുമ്പ് നീക്കാൻ പറ്റും. ഒരു ഇനോരം കണ്ടോ, ദുബായിലാണ് ഇപ്പം. ഇനി ഇതുവരെ നമ്മള് ഒയപ്പി, ഞങ്ങളൊരു ഒയപ്പില്ല. ഒയപ്പിന്റെ എല്ലാ അങ്ങേയറ്റം ഒയപ്പി. ഇന്നലെ നന്നാവാനും വേണ്ടിയാണ് ദുബായിക്ക് വന്നത്. ഇപ്പൊ ദുബായിൽ സ്ഥിരം ഒയപ്പാ. കോഴിക്കോടാകുമ്പോ നമ്മള് സർവൈവ് ചെയ്യാൻ വേണ്ടി ജീവിക്കാന്. ഇവിടെ വന്നപ്പോ നമ്മള് വീണ്ടും സർവൈവലായി. കോഴിക്കോട് നമുക്കൊരു ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഹലോ മുസ്തക്ക ഒരു 500 റുപ്യ, ജാബർക്ക ഒരു 500 റുപ്യ. അതെ, ഇവിടെ നമ്മൾ നന്നാൻ വേണ്ടി വന്നാ. ഇവിടെ നമ്മള് പൈസ ഉണ്ടാക്കാൻ വന്ന, പക്ഷെ ഇവിടെ വന്ന് ഞങ്ങള് വീണ്ടും ഷഫീക്ക, ഹലോ ജവർക്ക ഒരു 100 ദിർഹം. ഷഫീക്ക മറബ മന്തി പോയി ഒരു മന്തി കഴിക്കട്ടെ. അങ്ങനൊക്കെ ആയി. അതെ, സത്യം കേട്ടു. അപ്പൊ ഞാന് ഇന്നു മുതൽ ഗൈസ് ദുബായിൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് അവിടുത്തെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇന്നു മുതൽ ഡേറ്റ് പറയും. ദിവസം നാളെ വെള്ളി. അൽഹംദുലില്ലാ, നല്ല ദിവസം. അലിഫ്ലാം അവിടെ ലാസിമല്ല. ഓക്കെ, ഇന്ന് മുതൽ ഇന്ന് രാത്രി ഇന്ന് വെള്ളിയാഴ്ച രാവാ. ഇന്ന് രാത്രി 10:30 ഇടോ ഒന്നുമില്ല, 12 മണിയുള്ള നമ്മൾ ഫോൺ എടുത്ത് വെച്ച് ടപ്പേ വെച്ചിട്ട് നമ്മൾ ഉറങ്ങും. ഇന്ന് രാത്രി നമ്മള് 12 മണിക്ക് നമ്മൾ ഉറങ്ങിയിട്ട് കുട്ടിനോട് എങ്ങനെ ചാറ്റ് ചെയ്യും? നമുക്ക് ഉമ്മാനോട് ചാറ്റ് ചെയ്യണം, ഉപ്പാട് ചാറ്റ് ചെയ്യും. ഇവിടുത്തെ നേരെ നിറയണത് അവിടെ 2 മണിക്കൂർ അപ്പുറത്ത്. അങ്ങനെ റിസ്ക് എടുത്താണ് ഉമ്മാനോട് ചാറ്റ് ചെയ്യാൻ മാത്രം. ഒന്നുമല്ല, ഇത് എന്നോട് തർക്കിക്കാൻ എനിക്ക് പറ്റൂല. കാരണം നീ അങ്ങേയറ്റ ഒയപ്പന. നിന്റെ ഉസ്താദാണ് ഞാൻ, ഒയപ്പിന്റെ ഉസ്താദ്. അപ്പം ഇന്ന് രാത്രി വെള്ളിയാഴ്ച രാവൻ കൈയൊക്കെ പറഞ്ഞൂടെ, എന്നിട്ട് ലാസ്റ്റ് വെക്കാം. ഇന്ന് രാത്രി നമ്മള് ഇന്ന് മുതൽ ദുബായിലാണ്. ദുബായിലെ എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് 12 മണിയാകുമ്പോൾ ഉറങ്ങിയിട്ട് രാവിലെ സുബൈ നിസ്കരിക്കാൻ വേണ്ടി എണീറ്റിരിക്കും. സുബൈന്റെ സമയം അവസാനം നമ്മൾ എണീറ്റിരിക്കും. ഓക്കെ, നമുക്ക് എന്താണ് ഉറപ്പ് ഉമ്മയാണ് സത്യം. എന്താ വേണ്ട, ഇത് കൈ ഞാനല്ലല്ലോ, താല്പര്യാർത്ഥല്ലോ, കൈ പിടിച്ചു വെച്ചിരിക്കണേ. ഞാനിത് ചെയ്തിരിക്കും. എന്ത്? എനിക്ക് എന്നെ കൂടെ നിൽക്കാൻ പറ്റുന്ന നിൽക്കാം. ഞാൻ കൂടെ ഇത് ആൾക്കാർ വേറെ എന്താ വിചാരിക്കും. ഓക്കെ, ഞാൻ പറയണേക്ക് അങ്ങനെ ഒരു ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള്
ചെയ്തിരിക്കും ഇൻഷാല്ലാ. So that's it for today's vlog. See you guys. Bye.